ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങ കൊണ്ടൊരു അച്ചാർ ഇടാമെന്ന് വെച്ചു. ഈ അച്ചാർ നമുക്ക് കുറച്ച് കാലം കേട് കൂടാതിരിക്കുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റുമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂട്ടാനൊക്കെ കുറവുള്ള സമയങ്ങളിൽ ഈ ഒരൊറ്റ അച്ചാർ മതി നമുക്ക് ചോറുണ്ണാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മാങ്ങ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട്, കല്ലുപ്പാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയം കൊണ്ട് ഇതിലോട്ടുള്ള ബാക്കി ചേരുവകളൊക്കെ നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടുകിട്ട സമയത്ത് തന്നെ ഉലുവട്ട് കൊടുത്താലും മതി, 1 ടേബിൾ സ്പൂൺ ഉലുവട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ്. ഏകദേശം 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ഇല്ലെങ്കിൽ സാമ്പാർ കായ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് ഇതിൻ്റെ കൂടത്തിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് മൊത്തത്തിലൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇത് നമുക്ക് നല്ലപോലെ വറുത്തതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സമയമായപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കടായി വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റും, പിന്നെ അതുപോലെ കൂടുതൽ സമയം കേട് കൂടാതിരിക്കുകയും ചെയ്യാം. അപ്പം എണ്ണ ചൂടാകുമ്പോൾ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ഏകദേശം 1/2 കപ്പിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും സാദാ മുളക് പൊടി 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമണം മറിയതിന് ശേഷം നമുക്കിതിലോട്ട് 1.5 കപ്പ് സുർക്ക, അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് സുർക്ക ചേർത്ത് കൊടുത്ത് നല്ല തിള വന്ന ശേഷം നമ്മൾ കടുക്, ഉലുവ അതുപോലെ കായം കൂടി പൊടിച്ചതുണ്ടല്ലോ, ആ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങാ പീസസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഇങ്ങോട്ടൊന്ന് തിളച്ചാൽ മതി, ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഈ മാങ്ങ ഇതിൽ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ആ ഒരു ഇതുണ്ടല്ലോ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്താൽ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല ഒരു ഉണങ്ങിയ ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ.